സജീവൻ സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ രണ്ട് അതിഥികളും പറഞ്ഞതുപോലെ കൃത്യമായൊരു ചിത്രം പ്രവചിക്കാൻ സാധിക്കില്ല ഇപ്പോൾ. പക്ഷേ ഈ ഒരു വോട്ടിംഗ് ശതമാനം വെച്ചിട്ട് എന്ത് എന്നുള്ളതും പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ ഈ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ അവസാന ചിത്രം എന്താണെന്നുള്ളത് കൃത്യമായി വന്നിട്ടില്ല, വരും മണിക്കൂറുകളിൽ ലഭിക്കും. പക്ഷേ ആ ഒരു ചിത്രം തെളിഞ്ഞാലും കഴിഞ്ഞ വർഷത്തേതിൻ്റെ അത്ര എത്തുമോ എന്നൊരു ചോദ്യവുമുണ്ട്. അതോടൊപ്പം ഇത് ആരുടെ പ്രതീക്ഷകൾക്കായിരിക്കും കൂടുതൽ കരുത്ത് നൽകുന്നത്, ആർക്കായിരിക്കും കൂടുതൽ ചോദ്യമായി മാറുന്നത്? ഒന്നാമത്തെ കാര്യം, പോളിംഗ് പെർസെൻറ്റേജ് കുറയുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഞാനിവിടേക്ക് ഈ ചർച്ചയ്ക്ക് വരുന്നതിനിടയിൽ ഒരു 6 ബൂത്തിൻ്റെ മുമ്പിലൂടെയെങ്കിലും പോന്നിട്ടുണ്ട്. 6 മണിക്ക് ശേഷമാണ് വരുന്നത്. അപ്പോഴൊക്കെ അവിടെ നീണ്ട ക്യൂ ആണ് അതിനകത്ത്. സ്വാഭാവികമായിട്ടും അത്രയും പേർക്ക്, പ്രത്യേകിച്ച് മലബാറിലെ പല സ്ഥലങ്ങളിലും വടകരയിലൊക്കെ തുടക്കം മുതലുള്ളതാണ്, വളരെ സാവധാനത്തിലാണ് ഈ പോളിംഗ് നടക്കുന്നത്, യന്ത്രത്തിൻ്റെ തകരാറ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ വോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ കാണുന്ന കഴിഞ്ഞ തവണത്തെ പോളിംഗ് പെർസെൻറ്റേജിന് ഏതാണ്ട് തുല്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അതിൽ പോളിംഗ് പെർസെൻറ്റേജ് വെച്ചുകൊണ്ടൊരു കണക്ക് പറയുന്നതിൽ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കാര്യമായ കുറവുണ്ടായിട്ടില്ല. മറ്റ് പല ഈ വളരെ കുറവ് പോളിംഗ് പെർസെൻറ്റേജ് ഉള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനിയാണ്. അത് കഴിഞ്ഞ തവണയും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. വലിയ പോളിംഗ് പെർസെൻറ്റേജ് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു പൊന്നാനി. അപ്പോൾ ഇത് കണ്ണൂർ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ. ഉള്ളതിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മൊത്തം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിലാണ് പോളിംഗ് പെർസെൻറ്റേജ്. സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഘടകമായിട്ട് എടുക്കേണ്ട. പക്ഷേ അതല്ലാത്ത രൂപത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ തവണ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. 2019 രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ഇതാ ഒരു പ്രധാനമന്ത്രി നമ്മുടെ മുന്നിലുണ്ട്, അദ്ദേഹം മത്സരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നൊരു തോന്നലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു വലിയ ആവേശം, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ വടക്കൻ കേരളത്തിലെ പ്രദേശങ്ങളിലൊക്കെ ഗംഭീരമായ ആവേശം നമ്മൾ കണ്ടാണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഭൂരിപക്ഷം. കേരളത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം കിട്ടിയിട്ട് ആരും ജയിച്ചിട്ടില്ല. തൊട്ട് ചേർന്ന് നിൽക്കുന്നത് മലപ്പുറത്ത് അന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് 2 ലക്ഷത്തിലേറെ വോട്ടാണ് ഭൂരിപക്ഷമായി കിട്ടിയത്. ഇങ്ങനെ പല മണ്ഡലങ്ങൾ, വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. അത് ഒന്ന് LDFന് കിട്ടിയില്ല. ആരിഫ് ജയിച്ചിട്ടുള്ള സ്ഥലത്തിന് വളരെ കുറവായിരുന്നു. അങ്ങനെ LDFൻ്റെ തന്നെ UDFൻ്റെ തന്നെ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് കുറവുണ്ടായിരുന്നത്. പാലക്കാട് കുറവായിരുന്നു. അതേസമയത്ത് ആലത്തൂർ ഗംഭീരമായ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ 6 or 7 ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധിയുടെ ഒരു ഇഫക്റ്റ്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇമ്പാക്റ്റാണ്. രാഹുൽ ഗാന്ധി അത്തവണ ജനങ്ങളുടെ മനസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, പ്രധാനമന്ത്രി ആവേണ്ടയാളാണ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവ്. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നപ്പോൾ 2019 മത്സരിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ആവേശം ഞാൻ നേരിൽ കണ്ടതാണ്. അതേ സംഭവം തന്നെ ഇത്തവണ 2024 നേരിൽ കണ്ടതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലാണ്. രാഹുൽ ഗാന്ധി ഒരു സാധാരണ സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ദേശീയ നേതാവ് എന്നതിനപ്പുറത്തേക്കുള്ളൊരു പ്രധാനമന്ത്രിയാവാൻ പോകുന്ന ആളെന്നുള്ളൊരു ആവേശം ഇപ്പോഴില്ല. അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികം ആ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, BJP അധികാരത്തിൽ വരാതിരി BJP കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടാതിരിക്കണമെന്നുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരു താല്പര്യം. ആ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യത്തിൻ്റെ കൂടെയാണ് സമസ്തയുടെ നിലപാട്. സമസ്ത ഒരേ നിലപാടിലല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ 2 വിഭാഗം ശക്തമായിട്ടുണ്ട്. 2 വിഭാഗത്തിൻ്റെ ആളുകൾ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ 2 വിഭാഗത്തിൻ്റെ ഇത് വളരെ, ഇപ്പം 2019 ഇങ്ങനെ സമസ്തയുടെ പിന്തുണ തീരെ കിട്ടിയിരുന്നില്ല LDFന്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന അവരുടെ തന്നെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിൽ മത്സരിക്കുന്നത്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ ഈ വലിയൊരു ബോംബ് പൊട്ടിയല്ലോ, അതുണ്ടാക്കിയേക്കാവുന്ന സ്ഫോടനം, അതായത് EP ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങളിൽ അതെങ്ങനെ എത്രമാത്രം പ്രതിഫലിക്കും? വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ ഒരു പക്ഷേ അപ്പോൾ അതുവരെ മനസ്സിലൊരു തീരുമാനം എടുത്താൽ പോലും മാറ്റിയേക്കാവുന്ന, ഇങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിക്കാവുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ്
നമ്മൾ BJP നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ 3 മുന്നണി എന്ന് പറയേണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആലങ്കാരിക എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും 3 മുന്നണി എന്ന് പറയാൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ തിരുവനന്തപുരം നോക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് BJP ആണ്, NDA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP കഴിഞ്ഞ തവണ അവർ ദേശീയ നേതാക്കന്മാർ താല്പര്യം കാണിച്ചതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രിക്ക് എത്ര തവണ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വന്നു പോയി, എത്ര ആവേശത്തോടു കൂടി അവർ രംഗത്തുണ്ട്. അപ്പോൾ അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ BJP ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കഴിഞ്ഞ തവണ ജയിക്കുമായിരുന്നൊരവസ്ഥയാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. ഈ രാഹുൽ ഇഫക്റ്റൊക്കെ ഉണ്ടായിട്ട് പോലും ജയിക്കുമായിരുന്നൊരവസ്ഥയിൽ അത് പക്ഷേ അവിടെ സാധാരണ മതേതര മനസ്സുകൾ, ന്യൂനപക്ഷ മനസ്സുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കൃത്യമായിട്ടും ക്രോസ് വോട്ട് ചെയ്യും. അതിൻ്റെ തെളിവാണ്. കാരണം കഴിഞ്ഞ തവണ LDFന് കിട്ടിയ 3ാം സ്ഥാനത്ത് ദയനീയമായി പോയി. അതേപോലുള്ള സംഭവങ്ങൾ ഇത്തവണയും ഉണ്ടാവും. BJPക്ക് വളരെ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് നേടിയെടുക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഈ ന്യൂനപക്ഷം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.